ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണ്. കൊല്ലം ടു പാരിപ്പള്ളി വഴി ബാംഗ്ലൂർ. അപ്പോൾ 4 മണി ആയതേ ഉള്ളൂ. ഇനി നേരം വെളുക്കാൻ 2 മണിക്കൂറുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഉള്ള വഴിയുടെ കാഴ്ചകൾ നേരം വെളുത്തതിന് ശേഷം എല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ പാലരുവി വാട്ടർഫാൾസ് ആകാറായി. പക്ഷേ ഞങ്ങൾ പാലരുവി കയറുന്നില്ല. കാരണം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂർ ആയതുകൊണ്ടും തിരിച്ചു വരുമ്പോൾ പറ്റുകയാണെങ്കിൽ പാലരുവിയിൽ കയറും. വലത് ഭാഗം മൊത്തം മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. കോടയുണ്ട് ചെറുതായിട്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത ഒരു പ്രതീതിയാണ് തോന്നുന്നത്. വാഹനങ്ങളെല്ലാം വന്നു തുടങ്ങി. വലിയ വലിയ ലോറികളുടെ സഞ്ചാരം തുടങ്ങി. ഏകദേശം നമ്മളിഞ്ഞ് ചങ്കോട്ട എടുക്കാറായി. ദൃശ്യം. നേരം വെളുത്തില്ലെങ്കിലും ആകാശനിർമ്മിതമായ നിമിടമായ നല്ല കാഴ്ചകൾ. മുകൾ ഭാഗം മൊത്തവും മേഘങ്ങളും മരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഏറ്റവും സുഖം രാത്രി തന്നെയാണ്. വാഹനങ്ങളുടെ തിരക്ക് വളരെ കുറവായിരിക്കും. നേരം വെളുക്കാറായി വരുന്നു. ആര്യങ്കാവ് ക്ഷേത്രം ചെക്ക് പോസ്റ്റ് എത്താറായി. റോഡ് ഇപ്പോഴും സൈലൻ്റ് ആണ്. വലിയ തിരക്കൊന്നുമില്ല, ട്രാഫിക് ബ്ലോക്കൊന്നുമില്ല. അതിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു 5 മണിക്ക് മുമ്പ് അങ്ങ് ബാംഗ്ലൂർ എത്തണം. ആ രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. ഇതുവരെയുള്ള യാത്രയെല്ലാം ഞങ്ങൾ ഓക്കെയാണ്. വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മഴ പെയ്ത് ചില സ്ഥലങ്ങളിൽ ചില കുണ്ടും കുഴിയൊക്കെ ഉണ്ട് റോഡിൽ. മനോഹരമായ ഒരു മല നമുക്ക് മുമ്പ് ദൃശ്യമായി കാണാം. നോക്ക്, ഏകദേശം പാലരുവി കഴിഞ്ഞു. പക്ഷെ എന്നാലും നേരം വെളുത്തു. 5:55 ഇപ്പോൾ സമയം. വളവും തിരിവൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും റോഡ് വളരെ ക്ലിയർ റോഡാണ്. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞങ്ങൾ ഒന്ന് ചായ കുടിക്കും. അത് നല്ലൊരു കട നോക്കിയിട്ട് എല്ലാവർക്കും ഒരുവിധം വിശപ്പായി തുടങ്ങി. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ 5 പേരാണ് ഈ യാത്രയിലുള്ളത്. പോകെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങൾ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത്. പക്ഷേ നമുക്ക് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് പോവുകയാണ്. ഞങ്ങളെ ഈ യാത്രയിൽ ഞങ്ങളെ സാരഥിയായി കൊണ്ടുവരുന്നത് സന്തോഷാണ്. ഇതാണ് സന്തോഷ് ഭായ്. സൂപ്പർ ഒരു മല. അതിൻ്റെ മുകളിൽ നമ്മളെ 11 kV അല്ല 25 kV ആണെന്ന്. അതിലും വലിയ ഒരു ഇലക്ട്രിക് ലൈൻ കാണാം നമുക്ക് വീഡിയോ കൂടെ. മഞ്ഞ് മലയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് കോടയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. നല്ല വളവാണ്. ഇത് എസ് വളവായി. കൊല്ലം തെങ്കാശി റോട്ടിൽ കൂടെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ട്രക്കുകൾ ഭാരം കയറ്റി കയറി വരികയാണ്. ഇനി ഇവിടെ നിന്ന് തെങ്കാശി 19 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങളെ റൂട്ട് മാറ്റും. വീണ്ടും ഒരു എസ് വളവെത്തി. പകൽ സമയങ്ങളിൽ ഇതുവഴി വരുമ്പോൾ ഒരുപാട് തട്ടുകടകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പം നേരം വെളുക്കാത്തതുകൊണ്ടാവാം കടകളൊന്നും തുറന്നിട്ടില്ല.
ഭാരം കയറ്റിയ ഒരു ലോറി താഴെ നിന്ന് കയറി വരികയാണ്. ഇനി കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റൊരു എസ് വളവും പിന്നെ റൂട്ട് നേരെ ഇങ്ങ് മാറുകയാണ്. ഞങ്ങൾ കൊല്ലം തെങ്കാശി റോഡ് വഴി നമ്മൾ താഴോട്ടിറങ്ങി വരികയാണ്. സാധാരണ ഈ സമയത്ത് ഇവിടെ വണ്ടി വളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വലിയ വലിയ ലോറികൾ എപ്പോഴും ഇവിടെ ഒരു മാർഗ്ഗതടസ്സമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നേരം വെളുത്തു. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. തെങ്കാശിക്ക് ഇനി 19 കിലോമീറ്റർ ആയിരുന്നു നേരത്തെ പറഞ്ഞത്. ഇപ്പം 16 കിലോമീറ്ററേ ഉള്ളൂ. വാഹനങ്ങൾ ധാരാളം റോട്ടിൽ കൂടെ ഓടാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു വലിയ വണ്ടിയുടെ പുറകെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ വരികയാണ്. മുകളിലൊക്കെ വര നോക്കുന്ന രസമുണ്ട്. സൂര്യൻ ഉദിക്കാനുള്ള ഇതാണ്. ഇവിടുന്ന് 8 കിലോമീറ്ററാണ് തെങ്കാശി. ഇവിടെയും വലിയ തിരക്ക് അനുഭവപ്പെട്ട് വന്നില്ല. മഴയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ദൃശ്യത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ഉടനെ മഴയുണ്ട്. നമ്മളിനി വളരെ ജാഗ്രതയായിട്ട് പോകണം കേട്ടോ. പക്ഷേ നമ്മളിനി ഡ്രൈവ് ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. കണ്ടോ, തെങ്ങുകളെല്ലാം കാടിനെത്താൽ നന്നായിട്ട് കിടന്ന് ഒലയാണ്. കയറ്റിയ ഒരു ലോറി വളവ് തിരിഞ്ഞ് വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. റോഡ് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ റോഡ് സൈലൻ്റ് ആണെന്ന്. ഇപ്പോൾ റോഡ് അതീവ തിരക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് എപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിൽ തമിഴ്നാട്ടിലും ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ ഈ തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പം ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി നമ്മളെ വല്ലാതെ ആകർഷിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പാടങ്ങളും ഇവിടുത്തെ പ്രകൃതിയുമാണ്. അപ്പം ഞങ്ങൾ ഈ തെങ്കാശി റോഡ് വിട്ടിട്ട് ഇപ്പം നമ്മൾ മധുര റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മധുര തിരക്കായി തുടങ്ങിയില്ല റോഡ്. ഇതാണ് അച്ചൻകോവിൽ റോഡ്. അതൊക്കെ അച്ചൻകോവിൽ, മധുരൈ, ഞങ്ങൾ രാജപാളയം എത്താറായി. ഇവിടുന്നൊരു 10-18 കിലോമീറ്റർ ഉണ്ട്. ആ പോകുന്ന വഴിയിലുള്ള ഒരു മനോഹരമായ ഒരു പാറയാണ്. നെല്ലുകളെല്ലാം കൊയ്ത പാടങ്ങൾ.
നെൽകൃഷി കഴിഞ്ഞ പാടം അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഭൂമി റെഡിയാക്കാൻ പോവുകയാണ്. പുളിമരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ രാജപാളയത്തിലെത്താറായി. രാജപാളയം സിറ്റിയായി. ഞങ്ങളിനി നല്ല ഒരു സൗകര്യപ്രദമായിട്ടുള്ളൊരു ഹോട്ടൽ നോക്കുകയാണ് കാപ്പ് കുടിക്കാനായിട്ട്. ഇവിടുത്തെ ഡ്രൈവിങ് ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഹെൽമെറ്റും ഇല്ല, ചെവിയിലും മൊബൈലും വെച്ച് കഴുത്തും ചരിച്ചു വെച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതിന് കേരളം തന്നെ. ആർക്കും ധൈര്യമില്ല ഹെൽമെറ്റില്ല യാത്ര ചെയ്യാൻ, പോക്കറ്റ് കാലിയാവും. ഇവിടെ അങ്ങനെ ഒന്നും പേടിക്കണ്ട. എപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ഓടാം. ഞങ്ങളൊരു 19 കിലോമീറ്റർ കഴിയുമ്പോൾ ബാംഗ്ലൂർ നാഷണൽ ഹൈവേ ചെന്ന് കയറും. ഞങ്ങളിപ്പോൾ മധുരൈ റോഡിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 44 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോയതിന് ശേഷം ബാംഗ്ലൂർ റോഡിൽ കയറും. ഞങ്ങൾ മധുരൈ ഹൈവേ റോഡിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു 4 വരി പാതയാണ്. അധികം വാഹനങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 100, 120, 130 സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചാലും യാത്ര വളരെ സുഗമമായി പോകും. ഞങ്ങൾ രാവിലെ ഇറങ്ങിയ ശേഷം ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. കാരണം യാത്രയിലും പലരും ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ഇതാണ് സന്തോഷ്, ആണ് അളിയനാണ്. പുള്ളിയാണ് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ക്രൈസാണ് പുള്ളിക്ക്. ലോകത്ത് എവിടെ പോകുന്നതിനും ഡ്രൈവ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ അളിയൻ റെഡിയാണ്. പല പല വണ്ടികൾ ഇതുവരെയായിട്ട് പുള്ളി മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരാൻ കഴിയും. ഞങ്ങൾ ട്രെയിനിൽ പോകാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ട്രെയിനിൽ പോയിരിക്കാൻ പറ്റാതിരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ട്രെയിനിലാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ കാറിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ബാംഗ്ലൂരേക്ക്. അപ്പം അതിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോവുകയാണ് ഞങ്ങൾ. എന്തായാലും മുന്നോട്ട് ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ യാത്ര നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ടും നമുക്ക് ചില സ്ഥലത്തൊക്കെ വഴിക്ക് കൺഫ്യൂഷനുണ്ട്. പക്ഷേ മാക്സിമം മാത്രമല്ല റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗൂഗിൾ ചേച്ചി പറയുന്നുണ്ട് 200 മീറ്റർ അങ്ങോട്ട്, 200 മീറ്റർ ഇങ്ങോട്ട്, അങ്ങനെയൊക്കെ. അതാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം കവർ ചെയ്തുകൊണ്ട് ഈ കാർ മാർക്ക് ഞങ്ങൾ ഈ ബാംഗ്ലൂർ വന്നിട്ടില്ല. നേരത്തെ മാഡം പറഞ്ഞതുപോലെ കൂടുതൽ ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റിങ് യാത്രയാണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിലേക്ക് കയറുന്നതായിരിക്കും. ഇപ്പോൾ പോകുന്നത് NH 744-ലൂടെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും പണി നടക്കുന്നുണ്ട്. ഇവിടെയുള്ള വീടുകളൊക്കെ ഒക്കെയാണ് ചെറിയ വീടുകൾ. ജനങ്ങളെല്ലാം സാധാരണ ആൾക്കാർ ചെറിയ സഞ്ചിയൊക്കെ തൂക്കി മാർക്കറ്റിലേക്ക് പോവുകയാണ്. സാധാരണക്കാരായ ആൾക്കാരാണ്. ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഭൂമി ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് കെട്ടിടങ്ങളെല്ലാം പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പോൾ എല്ലാ വീടിൻ്റെ ചുവട്ടിലും വേപ്പ് മരമുണ്ട്. അതൊരു വല്ലാത്തൊരു പ്രത്യേകതയാണ്. എല്ലാ വീടിൻ്റെയും മുൻവശം അല്ലെങ്കിൽ ആ വീടിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ വേപ്പ് മരം ഉണ്ടായിരിക്കും. അത് നല്ലത് തന്നെയാണ്. വേപ്പ് മരത്തിൻ്റെ കാറ്റ് കേൾക്കുന്നത്. പിന്നെ ചൂട് തുടങ്ങി. അതായത് നല്ല ചൂടായി. നല്ല ചൂടായി. AC ഇട്ടിട്ട് ഒന്നും തോന്നുന്നില്ല. AC-യുടെ ഒരു അനുഭവമേ ഇല്ല. അതായത് നമ്മൾ നടന്ന് റോട്ടിൽ കൂടെ പോകുന്നത് പോലെയുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ശകലം വെയിലടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുട നൂത്ത് ഒരു സെക്കൻഡ് പോലും നമുക്ക് വെയിൽ കൊള്ളാനുള്ള ഒരു ശക്തിയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുട എന്ന് പറഞ്ഞതിൻ്റെ ഉപയോഗമേ ഇല്ല. എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് വെയിലും കൊണ്ട് നല്ല രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് അസുഖവും വരുന്നത്. നമ്മളിപ്പോൾ NH 44-ലാണ്.
നമ്മളിപ്പോൾ NH44 ബാംഗ്ലൂർ ഹൈവേയിലാണ്. യു ടേണോ സിഗ്നലോ ഒന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് ഏത് രാത്രിയും പകലും വണ്ടി ഓടിക്കാം. വണ്ടി കാല് കൊടുത്ത് പോകാം. ഞങ്ങളുടെ ഫസ്റ്റ് ടോളായി. ചൂട് ഭയങ്കരമാണ്. ഇപ്പോൾ കേരളത്തിൽ നിൽക്കാൻ തോന്നുന്നു. കാരണം കേരളത്തിൽ നല്ല കാലാവസ്ഥയാണ് ഇപ്പം. ഇടയ്ക്കിടയ്ക്ക് മഴയും കാറ്റും എല്ലാം കൊണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട്. ഇവിടെ 2-3 സ്ത്രീകൾ ഈ വെയിൽ കാരണം പാവം ഇവിടെ വന്ന് നിൽക്കുകയാണ്. അവർ യാത്രക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ടോൾ ബൂത്തിലേക്ക് കയറുകയാണ്. നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ചാർജ് ചെയ്തതുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ചാർജ് ഉള്ളതുകൊണ്ട് അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് പോവാം. ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു 5 മണിയാകുമ്പോഴോടുകൂടി 5:30 ബാംഗ്ലൂർ എത്തും. പക്ഷേ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ബാംഗ്ലൂരല്ല, നമ്മൾ ഭാരത് ബന്ദാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ വന്ന കാര്യത്തിന് ഈ ബന്ധുമായിട്ട് ബന്ധമില്ല. പക്ഷേ എന്നിരുന്നാലും ഇനി മാർക്കറ്റിലൊക്കെ പോക്ക് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ മറ്റന്നാളെ എവിടെ തിരിച്ചു വരത്തുള്ളൂ. വടുകപ്പട്ടിയായി. ഇവിടെ പിന്നെ പേരുകളെല്ലാം പട്ടിയായതുകൊണ്ട് ഏത് പട്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. എല്ലാം പട്ടി തന്നെ. ലാസ്റ്റ് അവസാനം പട്ടി വരും. ഒരു പട്ടി വന്ന് വടിപ്പട്ടി. ഇനി വടിപ്പട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി കുസലാംപട്ടി വരും. ഉസലാംപട്ടി കഴിഞ്ഞ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ സ്ഥലപ്പേര് പട്ടി എന്ന് പറയുന്നെങ്കിലും ഈ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പട്ടിയുള്ള സ്ഥലം രാജപാളയമാണ്. നല്ല നീളമുള്ള പട്ടിയാണെന്ന് പറയുന്നത്. പോകുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോകണം. ഇപ്പോൾ ഞങ്ങൾ വിരാളിപ്പട്ടിയിലായി. അതായത് ഞങ്ങൾ യാത്ര ചെയ്തതിനു ശേഷമുള്ള 4ാമത്തെ പട്ടി ആയ സ്ഥലമാണ്. എന്താണെന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ പട്ടികൾ കൂടുതലുള്ളതുകൊണ്ടാണ്. അതാ ഇനി നമ്മൾ ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 367 കിലോമീറ്റർ ആകുമ്പം ഞങ്ങൾ ബാംഗ്ലൂർ സൈനിക് റെസ്റ്റ് ഹൗസിലെത്തും. അപ്പം ഞങ്ങൾ ഇന്ന് സൈനിക് റെസ്റ്റ് ഹൗസിലായിരിക്കും റെസ്റ്റ് എടുക്കുന്നത്. നാളെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതായിരിക്കും. നല്ല ചൂടുണ്ട്. റോഡ് നല്ലതായതുകൊണ്ട് യാത്ര ചെയ്യുന്ന അറിയുന്നതേ ഇല്ല. നല്ല സൂപ്പർ നല്ല സൂപ്പർ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇനി 45 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് ഫാസ്റ്റ് വണ്ടി ഓടിക്കാമെന്നാണ് പറയുന്നത്, നമ്മളെ ഗൂഗിൾ പറയുന്നത്. അത് പ്രകാരം ഞങ്ങളിങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഞങ്ങളൊരു 2 മണിക്കൂർ കൊണ്ട് സെയിം ഈ മലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ചേഞ്ചും ഇല്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ഇങ്ങനെ വരിയായിട്ട് നിറച്ചും മലകളാണ്. പക്ഷെ എല്ലാം കാണിക്കാനായിട്ട് ഒന്ന് നോക്കിക്കോട്ടെ, ഒന്ന് കാണിച്ചോട്ടെ. ആ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് കാണിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ കാറ് നല്ല സ്പീഡാണ്, 130 സ്പീഡിൽ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും വളരെ മനോഹരമായ യാത്ര. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന അറിയുന്നതേ ഇല്ല. കാർ മാർഗമുള്ള യാത്ര. എനിക്ക് അളിയൻ പറഞ്ഞ് കാറിൽ പോകണം കാറിൽ ഇത്ര നിൽക്കാൻ വയ്യ, നടുവേദന എടുക്കും കാറിൽ. സാധാരണ നമ്മൾ കാറിൽ യാത്രയെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ വേണ്ട, ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാറുള്ളെന്ന് പറയും. അപ്പം സഹോദരനാണെങ്കിൽ അവരെപ്പോഴും ഫുള്ളും കാറിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ കാറിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ ബിന്ദു മാഡം പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യാത്രയിൽ നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും നിർത്താം. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി വണ്ടി നിർത്താം, കാപ്പി കുടിക്കാം. ഒക്കെയാണ്. എന്ത് നല്ല മനോഹരമായിട്ടുണ്ട് ആ മല. അതെ, 2 സൈഡും മനോഹരമായ കാഴ്ചകൾ. ഇവിടെ മഴ സമയത്തൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരിക്കും. ഇവിടെ പിന്നെ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ മഴയില്ല. ഇപ്പം ഞങ്ങൾ മെനിങ്ങാന്ന് മൂകാംബി പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു.
പക്ഷേ ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങി അപ്പോഴും തൊട്ട് മഴയാണ്. മൂകാംബി പോയപ്പോഴും മുരുടേശ്വരത്ത് പോയപ്പോഴും ഉടുപ്പി പോയപ്പോഴും എല്ലാം മഴയോട് മഴ. പക്ഷേ തമിഴ്നാട്ടിന് നേരെ വിപരീതമാണ്. ഇവിടെ മഴയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, നല്ല ചൂട്. പക്ഷേ യാത്രയിൽ നമുക്കത് അനുഭവപ്പെടുന്നില്ല. കോയമ്പത്തൂർ 203 കിലോമീറ്റർ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. 109 പളനി, കറൂർ 132. ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഇനി കരൂരിലാണ്. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകേണ്ട കരൂർ വഴിയാണ് പോകണം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ 446 കിലോമീറ്റർ ഇനിയുണ്ട്. അത്രയല്ലേ, 486 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക്. അപ്പോൾ ആ സ്ഥലത്തെത്തിയിട്ട് ഞങ്ങൾ എന്തിനാണ് വന്നെന്നുള്ള കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്.